നമസ്കാരം, പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. സ്വർണ്ണവില കുതിച്ചുയരുന്നു. ഒരു പവൻ സ്വർണത്തിന്റെ വില 54,520 രൂപയായി. തട്ടിക്കൊണ്ടുപോയി കവർച്ച കേസിൽ 2 യുവാക്കൾ അറസ്റ്റിൽ. യുഡിഎഫിനും കേരള വിരുദ്ധ മനോഭാവമുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. എൻഡിഎ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി ബിജെപി അഖിലേന്ത്യാ പ്രസിഡന്റ് ജെ.പി. നദ്ദ കോഴിക്കോട്ടെത്തി. തിരുനാവായ മാമാങ്കം മെമ്മോറിയൽ ട്രസ്റ്റും പരിസ്ഥിതി സംഘടനയായ റീ എക്കോയും ചേർന്ന് ഭാരതപ്പുഴയിൽ യാത്ര നടത്തി. ലീഗ് സമുദായത്തെ വഞ്ചിച്ചത് 14 തവണ എന്ന് കെ.എസ്. ഹംസ. വിശദമായ വാർത്തകൾ. സ്വർണ്ണവില ഉയരുന്നു. 2 ദിവസത്തിനു ശേഷമാണ് വില ഉയരുന്നത്. ഇന്നലെ 240 രൂപ കുറഞ്ഞിരുന്നു. ഇന്ന് 400 രൂപയാണ് കൂടിയത്. കഴിഞ്ഞ 4 ദിവസമായി സ്വർണ്ണവില 54,000-ന് മുകളിൽ തന്നെയാണ്. ഒരു പവൻ സ്വർണത്തിന്റെ ഇന്നത്തെ വിപണി വില 54,520 രൂപയായി. ആഭരണപ്രേമികളുടെ കണക്കുകൂട്ടലുകൾ മുഴുവൻ തെറ്റിക്കുകയാണ് സ്വർണം. കഴിഞ്ഞ ദിവസം സ്വർണ്ണവിലയിൽ വലിയ കുറവുണ്ടായപ്പോൾ എല്ലാവരും സന്തോഷിച്ചു. ഇനിയും വില കുറയുമെന്നും അപ്പോൾ സ്വർണം വാങ്ങാമെന്നുമായിരുന്നു പലരുടെയും ചിന്ത. എന്നാൽ ആ കണക്കുകൂട്ടലുകൾ മുഴുവൻ തെറ്റുമെന്നാണ് നിലവിലെ വിപണി വില പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത്. കുറഞ്ഞ വില മുഴുവൻ പതിയെ തിരിച്ചുപിടിക്കുകയാണ് സ്വർണം. ന്യൂസ് ഡെസ്ക് വെട്ടം. മലപ്പുറം സ്വദേശിയായ യുവാവിനെ കാറിൽ തട്ടിക്കൊണ്ടുപോയി പണവും മൊബൈൽ ഫോണും കവരുകയും ഫോണിലെ സ്വകാര്യ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി ലക്ഷങ്ങൾ തട്ടിയെടുക്കാൻ ശ്രമിക്കുകയും ചെയ്ത കേസിൽ തിരൂർ പോലീസ് 2 യുവാക്കളെ അറസ്റ്റ് ചെയ്തു. പരപ്പനങ്ങാടി സ്വദേശി കുന്നുമ്മൽ സാബിത്ത് മോൻ, താനൂർ ഒട്ടുംപുറം കോയിമോന്റെ പുരക്കൽ ഇസ്മായിൽ എന്നിവരാണ് കഴിഞ്ഞ ദിവസം പോലീസിന്റെ പിടിയിലായത്. യുവാവിനെ തിരൂരിൽ വിളിച്ചുവരുത്തി കാറിൽ തട്ടിക്കൊണ്ടുപോയി പണവും മൊബൈൽ ഫോണും തട്ടിയെടുത്ത ശേഷം മൊബൈൽ ഫോണിലെ സ്വകാര്യ ഫോട്ടോകൾ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി 25 ലക്ഷം രൂപ ആവശ്യപ്പെടുകയും ചെയ്തു. പ്രതികളുടെ പിടിയിൽ നിന്ന് തന്ത്രപൂർവ്വം രക്ഷപ്പെട്ട യുവാവ് പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് അന്വേഷണം നടത്തവെയാണ് പ്രതികളെ പിടികൂടിയത്. തിരൂർ എസ്.ഐ. ഷിജോ, സി. തങ്കച്ചൻ, എസ്.ഐ. സച്ചി വർഗീസ്, സീനിയർ സിപിഒ രാജേഷ്, സിപിഒമാരായ അരുൺ, ധനേഷ് കുമാർ, സതീഷ് കുമാർ എന്നിവർ ഉൾപ്പെട്ട പോലീസ് സംഘമാണ് പ്രതികളെ പിടികൂടിയത്. തിരൂർ മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. വെട്ടം ന്യൂസ്, തിരൂർ. ബിജെപിയെ പോലെ യുഡിഎഫിനും കേരള വിരുദ്ധ മനോഭാവമുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആലത്തൂരിൽ നടന്ന LDF പൊതുയോഗത്തിൽ പ്രസംഗിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ഇവിടുത്തെ വോട്ടർമാര്, ജനങ്ങള് ഓരോ ഘട്ടത്തിലും എത്ര കണ്ടാ വേദനിച്ചത്. ജമ്മുകാശ്മീരിന്റെ കാര്യത്തിൽ നിലപാടെടുത്തപ്പോൾ ഇവരെ കണ്ടോ? പൗരത്വ നയ ഭേദഗതിയുടെ ഘട്ടത്തിൽ പ്രക്ഷോഭം ഡൽഹിയിൽ കനക്കുമ്പോൾ കോൺഗ്രസിന്റെ കുറെ എംപിമാര് അവരുടെ അധ്യക്ഷയുടെ വീട്ടിൽ വിരുന്നുണ്ടായിരുന്നു. എല്ലാം വന്നതല്ലേ പുറത്ത്. ഈ 18 അംഗ സംഘം എവിടെയെങ്കിലും കണ്ടോ? നമുക്ക് കാണാൻ കഴിഞ്ഞോ? NIA കടുത്ത നിയമം, അത് കൂടുതൽ കടുപ്പിക്കാൻ തീരുമാനിച്ചു, ഭേദഗതി കൊണ്ടുവന്നു. കോൺഗ്രസ് എന്താ ചെയ്ത്? എതിർക്കാൻ തയ്യാറില്ല. ആകെ ലോക്സഭയിൽ എതിർത്തത് 6 പേര്. ആ 6-ൽ 1
ആലപ്പുഴയിലെ ആരിഫ്. ഇതല്ലേ വസ്തുത? എവിടെ പോയി നമ്മുടെ 18-അംഗ സംഘം? ഈ ഭേദഗതിയൊക്കെ ആരെയാണ് ലക്ഷ്യപ്പെടുന്നതെന്ന് എല്ലാവർക്കും അറിയില്ലേ? UAPA സാക്ഷാൽ കരി നിയമം, ആ നിയമത്തിന് ഭേദഗതി കൊണ്ടുവരുന്നു. എന്തിന്? കൂടുതൽ കരി നിയമമാക്കാൻ. കോൺഗ്രസ് ആരെ കൂടെ നിന്നു? BJPയുടെ കൂടെ നിന്നു. ഇതല്ലേ രാജ്യത്തിൻ്റെ അനുഭവം? ഈ 18-അംഗ സംഘം എവിടെയെങ്കിലും നമ്മൾ കണ്ടോ? ഇങ്ങനെ എത്ര അനുഭവങ്ങൾ നമുക്ക്. നമ്മുടെ നാട് ഇപ്പോൾ അനുഭവിച്ച വിഷമതകൾ ആലോചിച്ച് നോക്കും. ഇപ്പോൾ നരേന്ദ്രമോദി വലിയ വാഗ്ദാനങ്ങളൊക്കെ ചൊരിയുന്നുണ്ട്. കഷ്ടകാലത്താണല്ലോ സഹായിക്കുന്നത്. നാം വലിയ ദുരന്തം പേറിയ ഘട്ടത്തിൽ സഹായിക്കാൻ തയ്യാറായിട്ടില്ല. അപ്പം അതൊന്നും ആരും മുഖവിലേക്ക് എടുക്കൂല എന്നുള്ളത് ശരിയല്ലേ? നമ്മളെ വല്ലാതെ ഞെരുക്കിയ ഘട്ടത്തിൽ, കേരളത്തിന് അർഹതപ്പെട്ടത് നിഷേധിച്ച ഘട്ടത്തിൽ, ഏതെങ്കിലും ഘട്ടത്തിൽ ഈ 18-അംഗ സംഘം അതിനെതിരെ ശബ്ദമുയർത്തിയോ? ഒരു ഘട്ടത്തിലും ശബ്ദമുയർത്താൻ തയ്യാറായില്ലാലോ. കോൺഗ്രസിന്റെ കൂടെ നിന്ന് ലീഗും ഇതേ നിലപാടാണ് സ്വീകരിച്ചതെന്നും ഏതെങ്കിലും ഘട്ടത്തിൽ വ്യത്യസ്തമായ നിലപാടെടുത്ത് നാടിനു വേണ്ടി നിലകൊണ്ടിട്ടില്ല എന്നും ഈ പൗരത്വ നിയമം നടപ്പാക്കാനുള്ള ചട്ടങ്ങൾ കൊണ്ടുവന്നപ്പോൾ എല്ലാവരും പ്രതിഷേധിച്ചെങ്കിലും അക്കൂട്ടത്തിൽ കോൺഗ്രസിന്റെ ശബ്ദം ഉണ്ടായിരുന്നില്ല എന്നും BJPയുടെയും കോൺഗ്രസിന്റെയും നയങ്ങൾ ജനങ്ങൾക്ക് കടുത്ത ദ്രോഹമായാണ് അനുഭവപ്പെട്ടതെന്നും ഈ രണ്ട് നയങ്ങളും ഒന്നാണെന്ന പ്രത്യേകതയുണ്ടെന്നും മന്ത്രി പറഞ്ഞു. അതിസമ്പന്നരെയും കോർപ്പറേറ്റുകളെയുമാണ് അവ സംരക്ഷിക്കുന്നതെന്നും പാവപ്പെട്ടവരെ കൂടുതൽ പാവപ്പെട്ടവരാക്കുകയാണ് ചെയ്യുന്നതെന്നും പിണറായി വിജയൻ കൂട്ടിച്ചേർത്തു. KT ജലീൽ MLA അധ്യക്ഷം വഹിച്ചു. മന്ത്രി V അബ്ദുറഹിമാൻ, MLAമാരായ P നന്ദകുമാർ, അഹമ്മദ് ദേവർകോവിൽ, പൊന്നാനി ലോക്സഭ LDF സ്ഥാനാർത്ഥി KS ഹംസ, VP സാനു, P ജ്യോതിബാസ്, അജിത് കോളാടി, A ശിവദാസൻ, കൂട്ടായി ബഷീർ, KV സുധാകരൻ, VV ഗോപിനാഥ്, പാട്ടത്തിൽ ഇബ്രാഹിംകുട്ടി, രാജ് K ചാക്കോ, റഫീഖ് പെരുന്തല്ലൂർ എന്നിവർ പ്രസംഗിച്ചു. വെട്ടം ന്യൂസ്, ആലത്തിയൂർ. വയനാട് ലോക്സഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥി K സുരേന്ദ്രന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി BJP അഖിലേന്ത്യാ പ്രസിഡന്റ് JP നദ്ദ കോഴിക്കോട്ടെത്തി. പ്രത്യേക വിമാനത്തിൽ കോഴിക്കോട് വിമാനത്താവളത്തിലെത്തിയ JP നദ്ദയെ BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് VK സജീവൻ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് VV രാജൻ, ലോക്സഭാ മണ്ഡലം ഇൻചാർജ് K നാരായണൻ മാസ്റ്റർ, ജില്ലാ സെക്രട്ടറി T രനീഷ്, OBC മോർച്ച ജില്ലാ പ്രസിഡന്റ് ശശിധരൻ നാരങ്ങയിൽ എന്നിവർ സ്വീകരിച്ചു. ന്യൂസ് ഡെസ്ക് വെട്ടം. NGO കോൺഫെഡറേഷൻ ദേശീയ ചെയർമാൻ KN ആനന്ദകുമാറിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന നദീയാത്രയുടെ വിളംബരമായി തിരുനാവായ മാമാങ്ക മെമ്മോറിയൽ ട്രസ്റ്റും പരിസ്ഥിതി സംഘടനയായ റീഎക്കോയും ചേർന്ന് ഭാരതപ്പുഴയിൽ യാത്ര നടത്തി. ഭാരതപ്പുഴ സംരക്ഷണ സമിതി ജനറൽ സെക്രട്ടറി C രാജഗോപാൽ പള്ളിപ്പുറം ഉദ്ഘാടനം നിർവഹിച്ചു. റീഎക്കോ പ്രസിഡന്റ് C കിളർ അധ്യക്ഷനായി. പുഴയാത്രയ്ക്ക് മുന്നോടിയായി നടന്ന പ്രതിജ്ഞയ്ക്ക് ഗ്രീൻ പാലിയേറ്റീവ് ജില്ലാ കോർഡിനേറ്റർ ലത്തീഫ് കുറ്റിപ്പുറം നേതൃത്വം നൽകി. ഒയിസ്ക തിരൂർ ചാപ്റ്റർ പ്രസിഡന്റ് KK റസാഖ് ഹാജി, നാഷണൽ കോൺഫെഡറേഷൻ പ്രതിനിധികളായ അനുശ്രീ തമ്പാൻ, നേഹ നിൽസൺ, രാജേശ്വരി മധു, ആൽമരിയ സാബു, ചിറക്കൽ ഉമ്മർ, MK സതീഷ് ബാബു, വാഹിദ് പല്ലാർ, റഷീദ് പൂവത്തിങ്കൽ, KET എമർജൻസി അംഗങ്ങളായ ഫിർദൌസ് മൂപ്പൻ, VM ബഷീർ, E അമീറത്ത്, യാദവ് പാറക്കാടൻ, സുമാ സതീഷ്, സൽമാൻ കരിമ്പനക്കൽ, VK സിദ്ദീഖ്, ഫസലു പാമ്പലത്ത്, ബഷീർ കൂട്ടിലങ്ങാടി, കോഴിപ്പുറത്ത് മുഹമ്മദ് ബാവ തുടങ്ങിയവർ പങ്കെടുത്തു. വെട്ടം ന്യൂസ്, തിരുനാവായ. മുസ്ലിം സമുദായത്തെ ലീഗ് വഞ്ചിച്ചത് 14 തവണ എന്നും സമുദായ വഞ്ചനയ്ക്ക് ലോക്സഭാ തിരഞ്ഞെടുപ്പിലൂടെ ജനം മറുപടി നൽകുമെന്നും പൊന്നാനിയിലെ LDF സ്ഥാനാർത്ഥി KS ഹംസ. തിരൂരങ്ങാടി നിയമസഭാ മണ്ഡലത്തിലെ വിവിധ പര്യടന കേന്ദ്രങ്ങളിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 4-5 വർഷത്തെ അനുഭവത്തിന്റെ സാക്ഷ്യം അവരുടെ ഉള്ളിൽ രൂഢമൂലമായി വന്ന വികാരമാണ് ഇനിയൊരു മാറ്റം എന്നത്. ആ മാറ്റത്തിന് വേണ്ടി ചുറ്റികരിവാൽ നക്ഷത്രമടയാളത്തിൽ മത്സരിക്കുന്ന വിനീതൻ എടുക്കുമ്പോൾ ചുട്ടെടുക്കുമ്പോഴൊക്കെ നോക്കുകുത്തികളായി സംഘപരിവാർ ഗവൺമെന്റിന്റെ അപ്രീതിക്ക് പാത്രമാവാതിരിക്കാൻ വേണ്ടി മനഃപൂർവ്വം പരമാവധി ശ്രമിച്ച് മെല്ലെ ആ ഗവൺമെന്റിന്റെ ഓരത്തുകൂടെ ചാരത്തുകൂടെ നടന്ന് തടിയെടുത്ത ഇവിടുന്ന് ജയിച്ചു പോയ മെമ്പർമാർക്ക് MP-മാർക്ക് അവരുടെ പെർഫോമൻസ് മാത്രം ഓഡിറ്റ് ചെയ്യുമ്പോൾ
NIA ബിൽ, മുത്തലാഖ് ബിൽ, പൗരത്വ നിയമ ഭേദഗതി ബിൽ, ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് തുടങ്ങിയവ ഇവയിൽ ചിലതാണ്. കേരളീയ താൽപര്യങ്ങൾക്കും സമുദായ താൽപര്യങ്ങൾക്കും വിരുദ്ധമായ നിലപാടുകളാണ് കഴിഞ്ഞ 5 വർഷവും ലീഗ് സ്വീകരിച്ചത്. സംഘപരിവാറിനെ പിണക്കാതെ അവരുടെ ഓരം പറ്റിയാണ് ലീഗ് നേതൃത്വം പ്രവർത്തിക്കുന്നത്. ഇത് സാധാരണ പ്രവർത്തകർ തിരിച്ചറിയണം. തെരഞ്ഞെടുപ്പ് ലീഗ് നേതൃത്വത്തിന്റെ കണ്ണ് തുറപ്പിക്കാനുള്ള അവസരമായി ഉപയോഗിക്കണമെന്നും ഹംസ പറഞ്ഞു. തിരൂരങ്ങാടി നഗരസഭയിലെ വെന്നിയൂരിലായിരുന്നു വെള്ളിയാഴ്ച പ്രചരണ തുടക്കം. തെന്നല, പെരുമണ്ണ, എടരിക്കോട്, നന്നമ്പ്ര പഞ്ചായത്തുകളിലെ വിവിധ കേന്ദ്രങ്ങളിലും സ്ഥാനാർത്ഥി വാഹന പര്യടനം നടത്തി. എല്ലാ കേന്ദ്രങ്ങളിലും ആവേശകരമായ സ്വീകരണമാണ് സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത്. വിവിധ കേന്ദ്രങ്ങളിൽ VP സോമസുന്ദരൻ, തയ്യിൽ അലവി, അഡ്വക്കേറ്റ് C ഇബ്രാഹിംകുട്ടി, T കാർത്തികേയൻ, സിറാജ്, G സുരേഷ് കുമാർ, K മൊയ്തീൻ കോയ, P മോഹനൻ, CP നൌഫൽ, അഷ്റഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു. വെട്ടം ന്യൂസ്, തിരൂരങ്ങാടി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.